Hello, welcome to Zaali Kitchen. ഇന്ന് ഞാൻ ബ്രെഡും പിന്നെ പുഴുങ്ങിയ മുട്ടയും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ഈവനിംഗ് സ്നാക്ക് ആണ് റെഡിയാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സവാള കട്ട് ചെയ്തതും 1 ടീസ്പൂണോളം ഇഞ്ചി കട്ട് ചെയ്തത് 2 പച്ചമുളക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ സവാള റെഡിയായി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളെല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു പഫ്സിൻ്റെ മസാല ഉണ്ടല്ലോ, ആ രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വന്ന് ഈ ഒരു രീതിയിലായി കിട്ടി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാല റെഡിയായി. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതും റെഡിയാക്കിയിട്ട് ഒരു ഭാഗത്തേക്ക് അങ്ങ് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 4-5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. എത്രത്തോളം സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ബ്രെഡ് എടുക്കാം. എന്നിട്ട് ഈ ഒരു ബ്രെഡ് ഒരു റൗണ്ട് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. എല്ലാ ബ്രെഡും ഇങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് 2 പുഴുങ്ങിയ മുട്ട വേണം. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഒരു ഭാഗത്തേക്ക് അങ്ങ് മാറ്റി വെക്കുക. പിന്നെ ഈ ഒരു സ്നാക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് ഗീ ഒന്ന് തടവി ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. പിന്നെ നേരത്തെ കട്ട് ചെയ്ത ബ്രെഡിൻ്റെ ഈ ഒരു ഭാഗം ആദ്യം വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അതിലേക്ക് ഒരു ചെറിയ തവി മുട്ടയുടെ ബാറ്റർ അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നടുവിലായിട്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ആ ഒരു ഉള്ളി മസാല വിതറി കൊടുക്കാം. പുഴുങ്ങിയ മുട്ട കട്ട് ചെയ്ത് വെച്ചിനല്ലോ, അതും വെച്ച് കൊടുക്കുക, ഒരു 3-4 പീസ്. പിന്നെ 1 ടീസ്പൂൺ മുട്ടയുടെ ബാറ്റർ അതിൻ്റെ മുകളിലായിട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച് ആ ഒരു റൗണ്ട് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. നല്ലപോലെ ഒന്ന് പ്രസ്സാക്കിയിട്ട് ഇതിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊന്ന് മുട്ട വെച്ചിട്ട് നനച്ച് കൊടുക്കുന്നുണ്ട്. തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം പതുക്കെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. വിട്ടു പോകാതെ തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് മറ്റേ ഭാഗം കൂടി കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ആദ്യത്തെ ഇതിൽ കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് റിപ്പീറ്റ് അടിച്ച് നോക്കിയാൽ മതി. നല്ല സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് പാനിൽ നിന്ന് മാറ്റാണ്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 മണി ചായയുടെ കൂടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എഗ് സാൻഡ്വിച്ച് തന്നെയാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്